ഇന്ന് നിങ്ങളോട് ദൈവം പറയുന്ന ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങളുടെ മടുപ്പ് ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റും. അതുകൊണ്ട് ഈ സന്ദേശം മുഴുവനും നിങ്ങൾ കേൾക്കുക. ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങൾക്കൊരു പുതിയ ഉണർവ്, പുതിയൊരു ഉത്സാഹം ദൈവം നിങ്ങൾക്ക് തരും. അതാണ് ഇന്നത്തെ സന്ദേശം. അതിനാധാരമായി വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും മടുത്തു കിടക്കുന്നവരാണെങ്കിൽ, ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒത്തിരി പ്രയത്നിച്ചു, നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ടും ഒന്ന് ഉയരുവാൻ കഴിയാതെ എവിടെയോ നിങ്ങൾ മങ്ങിക്കിടക്കുന്നെങ്കിൽ, മയങ്ങിക്കിടക്കുന്നെങ്കിൽ, ഒരു ഉത്സാഹം നഷ്ടപ്പെട്ടവരായി, എപ്പോഴും ഉറങ്ങണമെന്നും എപ്പോഴും ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ ഇടിച്ചിരുത്തുന്ന ഈ മന്ദതയിൽ നിന്ന്, ഈ മടുപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഈ സന്ദേശം മുഴുവൻ കേൾക്കൂ. തീർച്ചയായും നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാകും. ദൈവവചനത്തിനകത്ത് യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വാക്യം ഇങ്ങനെയാണ്: ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവശബ്ദം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിനകത്ത് ഞാൻ പരിശുദ്ധ ആത്മാവിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ക്ഷീണിച്ചും നിരാശപ്പെട്ടും ഇരിക്കാനുള്ളവരല്ല. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം വലുതാണ്. നിങ്ങൾക്കൊരു ശക്തി ദൈവം നൽകിയിട്ടുണ്ട്. ആ ശക്തി നിങ്ങൾ പ്രാപിക്കുന്നെങ്കിൽ, സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകില്ല. അതിന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അതിശ്രേഷ്ഠമായ ഒരു വാക്യമുണ്ട്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാണ്. അപ്പൊ ദൈവശക്തി, ആ എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മന്ദതകളും, നമ്മൾ മന്ദു പിടിച്ചിരിക്കുന്ന പോലെ, ക്ഷീണിച്ചിരിക്കുന്നത് പോലെ, എവിടെയോ നമ്മൾ മടുപ്പനുഭവിക്കുന്ന വിഷയത്തിനകത്ത് ഒരു വലിയ റിസൾട്ട് ഉണ്ടാകാൻ ദൈവശക്തി വാങ്ങിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രവാചകൻ ഒരു കഴുകനെ സമപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ പറക്കുന്നത് കഴുകനാണ്. നമുക്കറിയാം, മേഘങ്ങളെ താണ്ടി പറന്നുയരുവാൻ കഴിവുള്ള, ശക്തിയുള്ള ഒരു പക്ഷിയാണ് കഴുകൻ. കാക്കയ്ക്കോ പരന്തിനോ അല്ലെങ്കിൽ മറ്റ് പക്ഷികൾക്കോ അത്രയും കയറിപ്പോകാനുള്ള ആ ശക്തി അവർക്കില്ല. എന്നാൽ കഴുകനെ സംബന്ധിച്ച് അങ്ങനല്ല. കഴുകൻ ഉയരങ്ങളിൽ പറക്കുന്നവനാണ്. അതുകൊണ്ടൊരു ദൈവ പൈതൽ ഉയരങ്ങളിൽ പറക്കണം. അവരെപ്പോഴും ഉത്സാഹികളായിരിക്കണം. ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലിയിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ മടുപ്പ് അനുഭവിക്കുന്നവരായി മാറാനായിട്ട് ഇടയാകരുത്. മടുപ്പ് പിശാച് കൊണ്ടുവരുന്നതാ. ഉറക്കം പിശാച് കൊണ്ടുവരുന്നതാ. മടി പിശാച് കൊണ്ടുവരുന്നതാ. എന്നാൽ പല കുടുംബങ്ങളെയും ഇപ്പോൾ തളർത്തിക്കൊണ്ടിരിക്കുന്നത്, പല കുഞ്ഞുങ്ങളെയും തളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മടിയാണ്, മടുപ്പാണ്. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ ഒരു മനസ്സില്ല, കുടുംബത്തെ നോക്കാൻ ഒരു മനസ്സില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു മനസ്സില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന സിലബസ് പഠിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എപ്പോഴും കളിച്ചും ചാടി നടക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. ഒരു വിഷയത്തിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ എവിടെയൊക്കെയോ മങ്ങി മടുത്തു കിടക്കുന്ന പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു നല്ല ഭാവി ഉണ്ടാകുന്നില്ല, നല്ലൊരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാകുന്നില്ല, അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, കടം കയറുന്നു, ജീവിതത്തിൽ വിശാലത ഉണ്ടാകാൻ കഴിയാതെ പോകുന്നു.
ഇത്യാദി കാരണങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? മടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, മടുപ്പ് അനുഭവിക്കുന്നവൻ ഉറങ്ങുന്ന മനുഷ്യന് തുല്യമാണ്. അവൻ കൂടെ കൂടെ കൈകെട്ടി കിടക്കുന്നു, കൂടെ കൂടെ നിദ്ര, കൂടെ കൂടെ ഉറക്കം എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കേണ്ട സമയത്ത് നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിക്കണം. കുടുംബത്തെ നോക്കേണ്ട സമയത്ത് നിങ്ങൾ കുടുംബത്തെ നോക്കണം. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഭംഗിയായി ചെയ്യും എന്നുള്ള ഒരു വിശ്വസ്തതയുടെ പുറത്താണ് ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരെങ്ങനെയും പഠിച്ച് എങ്ങനെയും രക്ഷപ്പെടട്ടെ എന്നല്ല, അവർക്ക് വേണ്ടത് ഒരു പേരൻ്റായ നിങ്ങളത് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഉത്സാഹികളാകണം. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വേദപുസ്തകം ധ്യാനിക്കാനും നമ്മൾ ഉത്സാഹികളാകണം. മടുപ്പ് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് അതിനെ കീഴ്പ്പെടുത്തണം. ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ വാക്ക് ഞാൻ പറയട്ടെ. നിങ്ങളെ എവിടെയെങ്കിലും ഉയരുവാൻ കഴിയാതെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകാൻ, ഒരു പ്രോഗ്രസ്, ഒരു ഗ്രോ ഉണ്ടാകാൻ കഴിയാതെ എവിടെയെങ്കിലും നിങ്ങൾ മങ്ങിക്കിടക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് ശക്തി പകരാനും നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി നിങ്ങളെ പൂർവാധികം ശക്തിയോടെ പറന്നുയരുന്ന കഴുകനെ പോലെ നിങ്ങളെ പൊക്കിയെടുക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ വീടിനകത്ത് ശൂന്യത മാറ്റാൻ, ഞെരുക്കം മാറ്റാൻ, നിങ്ങളുടെ ജോലിയില്ലായ്മയ്ക്ക് വ്യത്യാസം വരുത്താൻ, നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രത്യേക എനർജിയും ശക്തിയും തരാൻ ഈ ദൈവത്തിന് കഴിയും എന്ന് പറയുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ്, അവർ ക്ഷീണിച്ചു പോകും, ബലമില്ലാത്തവനായി തീരും എന്ന് പിശാച് നിങ്ങളെ നോക്കി പറയുമ്പോൾ ഇവിടെ വേദപുസ്തകം പറയുക, ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നിട്ട് വേദപുസ്തകത്തിൽ പറയും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ മടുപ്പ് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവയെ കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന. ദൈവത്തിനായി ജീവിക്കാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വചനധ്യാനത്തിനും നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ, വല്ലപ്പോഴുമല്ല, ഏതെങ്കിലും ഒരു സീസണിലല്ല, എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ ദൈവത്തിൽ സർവ്വസമയവും ആശ്രയിക്കുകയും ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പരാതികളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ നല്ല വാക്കുകളും ഒക്കെ കർത്താവിനോട് നിങ്ങൾ പറയുകയും ചെയ്ത് ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ, വേദപുസ്തകത്തിൽ പറയുക, ബാല്യക്കാർ ക്ഷീണിച്ചു പോയാലും യൗവനക്കാർ തളർന്നു പോയാലും അവർ ഇടറി വീണാലും, നോക്കുക, ക്ഷീണിച്ചും ഇടറിയും ബാല്യക്കാരും യൗവനക്കാരും വീണാലും അവരൊരിക്കലും വീഴത്തില്ല. യൗവനക്കാർ ഒരിക്കലും, ബാല്യക്കാർ ഒരിക്കലും തളർന്നും ക്ഷീണിച്ചും വീഴാൻ ചാൻസ് ഇല്ല. അപൂർവമായ കേസുകളാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ എപ്പോഴും ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രായം കഴിയുമ്പോഴാണ്, ആ സ്റ്റാമിന ശരീരത്തിൽ നിന്ന് കുറയുമ്പോൾ, ക്ഷീണം വർദ്ധിക്കുമ്പോഴാണ് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. യൗവനക്കാരെന്ന് പറയുമ്പോൾ, ബാല്യക്കാർ എന്ന് പറയുമ്പോൾ വളരെ ഉത്സാഹികളായി ചുറുചുറുപ്പോട് നടക്കുന്നവരാ. എന്നാൽ വേദപുസ്തകം പറയുകയാ, അവര് ക്ഷീണിച്ചു പോയാലും, ആര്? ഈ ചുറുചുറുപ്പോട് നടക്കേണ്ട മക്കൾ ക്ഷീണിച്ചു പോയാലും എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ബാല്യക്കാർ ക്ഷീണിച്ചു പോയാലും യൗവനക്കാർ ഇടറി വീണാലും വഴിയിൽ വീണാലും കുഴഞ്ഞു വീണാലും വീഴത്തില്ല. അങ്ങനെ അഥവാ അങ്ങനെ സംഭവിച്ചാലും യഹോവയെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യത്തില്ല? ഇടറുകയില്ല, ക്ഷീണിച്ചു പോവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ ഇന്ന് പകൽക്കാലം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുകയാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടറിക്കിടക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ? ഒരു മടുപ്പ് നിങ്ങളെ വല്ലാതെ അലട്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ, മുമ്പോട്ട് പോകാൻ കഴിയാതെ, ഒരു ജോലിക്ക് പോകാൻ കഴിയാതെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ, ആ ബെഡിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ, ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ നിങ്ങളെ അങ്ങ് പിടിച്ചിരുത്തുന്നത് പോലെ ആരോ ഒരു വ്യക്തി നിങ്ങളുടെ പുറകെ നിന്ന് നിങ്ങളുടെ ഷർട്ടെ പിടിച്ച് വലിച്ച് പുറകോട്ട് വലിക്കുന്ന പോലെ നിങ്ങൾ മുമ്പോട്ട് പോവുക. പക്ഷെ നിങ്ങളുടെ പുറകോട്ട് നിങ്ങളെ വലിക്കുന്ന പോലെ നിങ്ങളെ ആ അസ്വസ്ഥത, ക്ഷീണം, ആ വലിയ ബന്ധനം നിങ്ങളെ വഴിച്ച് മുറുക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയുകയാ,
നിങ്ങൾ യഹോവയെ കാത്തിരുന്നാൽ മതി. ഇതിന് റിസൾട്ട് കിട്ടും പ്രിയരെ. ദൈവത്തിനായി നിങ്ങൾ കാത്ത് ഇരുന്നാൽ മതി. വേദപുസ്തകത്തിൽ അതാ പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനും ഇടറിപ്പോകയില്ല, ഇടറത്തില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല, നിങ്ങൾ വഴിയിൽ പട്ടുപോകില്ല, നിങ്ങൾ വഴിയിൽ തളർന്നു പോകില്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ ഇരിപ്പാൻ പുത്രനെ എന്ത് ചെയ്യുക? ചുംബിക്കുക. സങ്കീർത്തനത്തിൽ 2-ാം സങ്കീർത്തനത്തിലുണ്ട്, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുക. അപ്പം വഴിയിൽ നിങ്ങൾ നശിച്ചു പോകാനുള്ള സകല തന്ത്രങ്ങളും പിശാച് ഒരുക്കി വച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തരുത്, നിങ്ങളുടെ ഓട്ടം തികയ്ക്കരുത്, നിങ്ങൾ നടന്ന് അങ്ങേ അറ്റത്ത് ചെല്ലരുത്. നിങ്ങൾ പാതി വഴിയിൽ കുഴഞ്ഞു വീഴുന്ന ഒരു വ്യക്തിയെ പോലെ നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ താഴെ വീഴണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നത്. ഒരു വീട് പണി തുടങ്ങി നിങ്ങൾ കുഴഞ്ഞു പോകണം, ഒരു വാഹനം ഓടിക്കുന്നെങ്കിൽ നിങ്ങൾ കുഴഞ്ഞു വീഴണം, നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്ന വിഷയത്തിൽ നിങ്ങൾ കുഴഞ്ഞു പോകണം, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ കുഴഞ്ഞു പോകണം. കുഴഞ്ഞു പോയാൽ, സാമ്പത്തിക വിഷയത്തിൽ കുഴഞ്ഞു പോയാൽ നിങ്ങൾ വലിയ കടക്കാരനായി മാറും, പെരുത്ത കടക്കാരനായി മാറും. അതുകൊണ്ട് കുഴപ്പിക്കുന്നത് വഴിയിലുണ്ട്, നീ പോകുന്ന വഴിയിൽ കുഴപ്പിക്കുന്ന ശക്തികളുണ്ട്. പക്ഷെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, ആ വഴിയിൽ നിങ്ങൾ തളർന്നു പോകാതെ ഇരിക്കണമെങ്കിൽ പുത്രനെ ചുംബിക്കണം. ആരാ പുത്രൻ? സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ചുംബിക്കണം, യേശുവിന് മഹത്വം കൊടുക്കണം, യേശുവിന് സ്തുതി കൊടുക്കണം. അതേ അർത്ഥത്തിൽ പ്രവാചകൻ പറയുകയാണ്, യഹോവയെ കാത്തിരിക്കണം. യഹോവയെ നിങ്ങൾ കാത്തിരുന്നാൽ, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിക്കകത്തും യഹോവയെ നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ, യഹോവയ്ക്കായി നിങ്ങൾ കാത്തിരുന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ മക്കൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ പിതാക്കന്മാര് കണ്ടിട്ടില്ലാത്ത വലിയ ശ്രേഷ്ഠതയും അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. ദൂതനെ വിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഏലിയാവ് ചൂരച്ചെണ്ട് ചവിട്ടി കിടന്നപ്പോൾ ദൂതനെ കയ്യിൽ അട കൊടുത്തു വിട്ട ദൈവമല്ലേ നമ്മുടെ ദൈവം. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാം, നിങ്ങൾ ക്ഷീണിക്കുകയില്ല. ദൂതന്റെ കയ്യിൽ അട കൊടുത്തു വിട്ടതുപോലെ നിങ്ങളുടെ അടുക്കൽ ദൈവം തന്റെ ദൂതനെ അയച്ച് നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ ആവശ്യം അത് ദൈവം കൊണ്ടുതരും. അത് കർത്താവ് കൊടുത്തു വിടും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിനായിട്ട് കാത്തിരിക്കണം. അപ്പോ ഈ രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ ഒരു ക്ഷീണിച്ച് മടുത്ത ഒരു ജീവിതമാണെങ്കിൽ, ഇനി മുമ്പോട്ട് പോകാൻ വയ്യ, ഞാൻ ഇവിടം കൊണ്ട് തീരുക, ഞാൻ അങ്ങ് മരിക്കുക, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ, ഒരു ജോലിയൊട്ട് കിട്ടത്തുമില്ല, കുടുംബത്തെയൊട്ട് സമാധാനവുമില്ല, ഭാര്യയാണെങ്കിൽ അനുസരിക്കത്തുമില്ല, മക്കളാണെങ്കിൽ സ്നേഹിക്കുന്നുമില്ല, ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞ് പരാതിപ്പെട്ട് നിങ്ങൾ വല്ലാത്ത മടുത്ത ഒരു ജീവിതത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, കരകയറാൻ ഒറ്റ വഴിയുള്ളെന്നാണ് ദേവദാസൻ പറയുന്നത്. എന്താണ്? യഹോവയെ നിങ്ങൾ കാത്തിരുന്നാൽ മതി, പുത്രനെ നിങ്ങൾ ചുംബിച്ചാൽ മതി. അപ്പോൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന, യേശുവിനെ ചുംബിക്കുന്ന, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവവചന ധ്യാനം നടത്തുന്ന, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി വേറിട്ടിരുന്ന് കരയുന്ന ഒരു അവസ്ഥ, ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല മടുപ്പും കർത്താവ് മാറ്റും. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, എൻ്റെ പൊന്നു ദേവദാസനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു ജോലിക്ക് പോകാനൊരു ഉത്സാഹമില്ല, എവിടെങ്കിലും പോയാൽ അവിടെ നിൽക്കത്തില്ല, പഠിക്കാൻ വിട്ടാൽ അവിടെ പോകത്തില്ല, പഠിക്കത്തില്ല, ഇവിടെ വീട്ടിൽ വന്ന് ബാറ്റും ബോളുമായിട്ടൊക്കെ ഇറങ്ങി അങ്ങ് നടക്കുക, കൂട്ടുകൂടി അങ്ങ് നടക്കുക. എടാ കുഞ്ഞെ പഠിക്കടാ എന്ന് പറഞ്ഞാൽ പഠിക്കത്തില്ല, റിസൾട്ട് വരുമ്പോൾ മൊട്ടയാ കിട്ടുന്നത്, ജയിക്കാൻ പറ്റുന്നില്ല, ഈ കൊച്ചിനൊരു ഗതി പിടിക്കുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒത്തിരി മാതാപിതാക്കൾ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മടുപ്പിക്കുന്ന വിഷയം കൊണ്ടല്ലോ, കർത്താവ് അത് ബ്രേക്ക് ചെയ്യും. നിങ്ങൾ യഹോവയ്ക്കായി കാത്തിരുന്നാൽ മതി. നിങ്ങളുടെ മക്കൾ ദൈവസന്നിധി കാത്തിരുന്നാൽ കഴുകന്മാര് ചിറകടിച്ചുയരുന്നതുപോലെ, കഴുകന്മാര് പ്രതിസന്ധികൾക്കു മീതെ ചിറകടിച്ച് ഉയരുന്നതുപോലെ, കാറ്റത്തും മഴയത്തും ഇതിനെ അതിജീവിച്ച് ആ രണ്ട് ചിറകടിച്ച് കഴുകൻ എത്രത്തോളം ഉയരുന്നോ അതേപോലെ നിങ്ങളുടെ വിഷയത്തിനും ഒരു ഉയർച്ചയുണ്ടാകാൻ യഹോവയെ നിങ്ങൾ കാത്തിരുന്നാൽ മതി. ദൈവത്തെ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അങ്ങനെയെങ്കിൽ
ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തില് മടുപ്പ് അനുഭവിക്കുന്ന മടുത്ത ഒരു ജീവിതമാണ് നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നെങ്കിൽ രക്ഷപ്പെടാൻ ഒരു കർമ്മത്തിനും കഴിയത്തില്ല, ഒരു പണത്തിനും കഴിയത്തില്ല, ഒരു നേർച്ച കാഴ്ച ശക്തികൾക്കും കഴിയത്തില്ല. പകരം നിങ്ങളുടെ ജീവിതത്തിലെ മടുപ്പ് മാറി സ്വസ്ഥതയുള്ള ഒരു ജീവിതവും അഭിവൃദ്ധിയുള്ള ഒരു ജീവിതവും ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുക, പുത്രനെ ചുംബിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവാം ദൈവമേ, ഞങ്ങളോട് പറഞ്ഞ നല്ല ദൂതിനായി, ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ മടുപ്പ് അനുഭവിച്ചു. കർത്താവെ, മുമ്പോട്ട് പോകാൻ ലക്ഷ്യം നഷ്ടപ്പെട്ടവരെ പോലായി. എന്നാൽ ഇന്ന് രാവിലെ അതിന് എങ്ങനെ ഞങ്ങൾ കവർ ചെയ്യാം, അതിനെ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഞങ്ങൾ മുമ്പോട്ട് എങ്ങനെ പോകാം, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി സ്തോത്രം. പിതാവേ, ആ ദൂതിന്റെ മുമ്പിൽ ഞങ്ങളെ സമസ്തം ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മടുപ്പ് മാറട്ടെ, ഈ മക്കളുടെ മടുപ്പ് മാറട്ടെ. അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ മേഖലകളിലും അവരെ മടുപ്പിക്കുന്ന സകല മടുപ്പുകളും യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവരെ വിട്ടു മാറിപ്പോകട്ടെ കർത്താവേ. അങ്ങനെ കർത്താവ് ചെയ്തനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ ഇതേ സമയം 6 മണിക്ക് മറ്റൊരു ദൂതുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.